യഥാർത്ഥത്തിൽ കേരളത്തിലെ CPIM-ൻ്റെ ജീൻ അത് സംഘപരിവാർ വിരുദ്ധതയല്ല, അത് കോൺഗ്രസ് വിരുദ്ധതയാണ്. ആ ജീനിൻ്റെ സ്വഭാവം ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് പാർലമെൻറ്റിലെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ചർച്ചയുടെ തുടർച്ചയായി CPM നടത്തിയ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരായിട്ടുള്ള സൈബർ ആക്രമണവും അനുബന്ധമായിട്ടുള്ള ആക്രമണവും ചില ഡിബേറ്റുകളിൽ CPM നേതാക്കന്മാരുടെ പ്രതികരണങ്ങളും. തീർച്ചയായും ഇത് ആരെ സഹായിക്കാനാണ്? ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിനെതിരായി ഭരണകൂടത്തിന് മോദി അമിത്ഷാ ഭരണകൂടത്തിനെതിരായി അവരുടെ അജണ്ടകൾക്കെതിരായി നിർഭയത്വത്തോടുകൂടി നെഞ്ചുവിരിച്ച് പോരാടുന്ന ആളുകളാണ് ഗാന്ധി കുടുംബത്തിലെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ എത്ര കേസസ് അവർ നേരിടുന്നു. ED ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകളുടെ കഠിനമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കാനുള്ള സാഹചര്യത്തെ വരെ നേരിട്ട് പോവുകയാണ്. ഒരു ഭയത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ നെഞ്ചു വിരിച്ച് പാർലമെൻറ്റിനകത്ത് മോഡിയുടെ ഇടനെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി സംസാരിക്കുകയാണ്. മോഡിയുടെ പേര് പോലും പറഞ്ഞ് സംസാരിക്കാൻ ഭയമുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ CPM നേതാക്കന്മാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ. അവരാണ് നരേന്ദ്രമോദിയുടെ ഇടനെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ആളുകൾക്കെതിരായി ഈ പുകമറ സൃഷ്ടിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളാണ് അവർ. അവരെന്തു ചെയ്യും? അവരുടെ യഥാർത്ഥ ബേസ്, അവരുടെ ജീൻ അത് കോൺഗ്രസ് വിരുദ്ധതയാണ്. അത് ഒരിക്കൽ കൂടെ അവർ തെളിയിക്കുക. ഒരു സംശയമില്ല. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ, കേസും സാഹചര്യത്തിൽ ആ ആക്രമണം ഒന്നുകൂടെ കൂടും. അതെന്തിനാണ്? അത് മോഡിയെ സുഖിപ്പിക്കാനും അമിത്ഷായെ സുഖിപ്പിക്കാനുമാണ്. കേസുകൾ മുഴുവൻ ഇവിടെ ആവിയാവും. ഇന്നലകളുടെ കേസുകൾ ആവിയായിട്ടുണ്ട്, ഈ കേസും ആവിയാവും. ഈ കേസ് ആവിയാവുന്നതിൻ്റെ കൂടെ തൃശ്ശൂർ ഉറപ്പിച്ചതുപോലെ വല്ല അസംബ്ലി ഉറപ്പിക്കുകയോ എന്നുള്ളതും കൂടെ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നോക്കിക്കാണാം. അവർ നേരത്തെ കോൺഗ്രസ് പ്രസിഡന്റിനോട് വിവരം പറഞ്ഞു, കത്ത് കൊടുത്തു. സ്പീക്കർക്ക് ഒഫീഷ്യലി കത്ത് കൊടുത്തു. ഞാൻ ഈ ദിവസങ്ങളിൽ ഉണ്ടാവില്ല, ഞാൻ വിദേശത്ത് ഇന്ന കാര്യത്തിന് പോവുകയാണ്. ഒരു ബന്ധുവിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയാണ് അവർ. പാർലമെൻ്ററി ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഈ ദിവസം ഈ ബില്ല് വരും എന്നുള്ള പറഞ്ഞിട്ടില്ല. മണിപ്പൂർ രാഷ്ട്രപതി ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് വരുന്നതും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ പറയാതെ അസമയത്ത് ഈ ബില്ല് കൊണ്ടുവരുന്ന BJP-ക്കെതിരായിട്ടല്ല ഇവർ പറയുന്നത് സംഘപരിവാറിനെതിരെ ആഞ്ഞടിക്കുന്നതായ പ്രിയങ്ക ഗാന്ധിക്കെതിരെയാണ്, രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. അപ്പം വളരെ ക്ലിയറാണ്, അവരുടെ ലക്ഷ്യം സംഘപരിവാർ ആക്രമണമല്ല, സംഘപരിവാറിനെതിരായിട്ടുള്ള ആക്രമണമല്ല. മോഡിയെയും അമിത്ഷായും സുഖിപ്പിക്കുക, കോൺഗ്രസ് വിരുദ്ധത, അതാണ് ഇവരുടെ ബേസ്.